ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. ഞാൻ അതിനുവേണ്ടി കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ എടുത്തപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കത്തിയോ എന്ത് തരം പൂവാണ് ഉണ്ടാക്കുന്നതെന്ന്, എന്നാൽ ഒട്ടും പുതുമയില്ലതും പഴയതുമായിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ ഇത് ആരുണ്ടാക്കുന്നത് കണ്ടാലും നമ്മൾ കുറച്ച് നേരം അത് ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു പോകും. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ ഒന്ന് അടുക്കിയൊക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ അളവായിട്ട് എടുക്കുന്നത് ഈ ഗ്ലാസിൻ്റെ ഒരു അളവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോമ്പസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടപ്പോ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് വരച്ചിട്ടൊക്കെ ആയാലും നമുക്ക് റൗണ്ട് ചെയ്യാം. അത്രയും സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് ടിഷ്യൂ പേപ്പറിൻ്റെ മണ്ണിലോട്ടൊന്ന് അമുക്കി കൊടുക്കുമ്പോഴത്തേന് ആ ഒരു വട്ടത്തിൻ്റെ ഒരു ഷേപ്പ് വരും. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്നും ഞാൻ പറയുന്നില്ല. അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേന് കുറേ അധികം നമുക്ക് ആവശ്യമായിട്ട് തോന്നും. അപ്പം ഞാൻ രണ്ടാമതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമേ കട്ട് ചെയ്ത കുറച്ച് പാർട്സ് ആയിരുന്നു കേട്ടോ. ഇനി കുറച്ച് വെള്ളമാണ് നമുക്ക് ആവശ്യം. ഞാൻ ഇതുപോലെ ഫില്ലറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അരിക് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കൊടുത്ത് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയിൻ്റാണ് കേട്ടോ. ഞാൻ ആ പെയിൻറ്റ് ബോട്ടിലിൻ്റെ അടപ്പിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പെയിൻ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യമേ വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെയിൻറ്റ് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഫില്ലറിൽ തന്നെ ഈ പെയിൻ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേപ്പർ കട്ട് ചെയ്ത് ഇതേപോലെ വെച്ചേക്കുന്നുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനൊന്ന് ചെയ്യുക. എന്നിട്ടൊരു പേപ്പറോ എന്തെങ്കിലും ഇതുപോലെ വിരിച്ചിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുത്തിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ഒന്നുകിൽ അത് വെയിലത്ത് വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വേറൊരു പേപ്പർ വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയാണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പെയിൻറ്റ് ചെയ്ത പേപ്പർ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചുകൂടെ കളർ വേണ്ടിയവർ അത് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ എടുത്തിരിക്കുന്ന അളവിലുള്ള അതേ ഗ്ലാസ് തന്നെ എടുത്തിട്ട് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. കാണുമ്പോൾ അത്ര മെനക്കെട്ട പരിപാടിയായിട്ട് തോന്നുന്നൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷേ ഈ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി മെനക്കേടാണ് കേട്ടോ. കട്ടിയുള്ള പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേപ്പറുകളുണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് പൂവാക്കി എടുക്കാം. പക്ഷേ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലോട്ട് വരണമെങ്കിൽ കുറേ പേപ്പർ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ കയ്യെ പറ്റും പൊളിഞ്ഞു വരും. അങ്ങനെയൊക്കെ ഒരു ഇച്ചിരി മെനക്കേട് തന്നെയാണ്. പക്ഷേ കാണുമ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പക്ഷേ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. ഞാനിപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാടായി. കാരണം വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പം കൂടുതലായിട്ടും ചെയ്യുന്നത് വ്ളോഗും കാര്യങ്ങളാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ പെറ്റൽസ് എല്ലാം ഒട്ടിച്ചെടുക്കുക. കുറച്ചധികം പേപ്പറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. കട്ടിയുള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആദ്യമേ ഞാനൊരു ഓറഞ്ച് റെഡ് ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ പൂവ് ഇതേപോലെ ആക്കിയെടുത്തു. കുഞ്ഞിൻ്റെ ഒന്ന് ഭംഗി നോക്കാൻ കൊടുത്തത് അവളെ ചുരുട്ടി ഒരു പരുവാക്കി. അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഒരു ഫൈനൽ ലുക്കിലോട്ട് വന്നത്. ഇടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്കും വന്നിട്ടുണ്ട്. അത് അറിയാവുന്നവരും മനസ്സിലായവരൊന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് വെളിയിൽ ഇത് റൂം ലൈറ്റിലായതുകൊണ്ട് റൂമിലുള്ള വെട്ടത്തിൽ ഇത്ര തെളിച്ചം കിട്ടുന്നില്ല. അപ്പോൾ വെളിയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വിഷ്വലും കൂടെ കാണിക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മേ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഇതുപോലെ ക്രാഫ്റ്റ് വീഡിയോസും ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര സപ്പോർട്ടാണ്. ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു പൂവ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഉണ്ടാക്കിയ പൂവ് കാണിച്ചപ്പോൾ അവന് ഒത്തിരി സന്തോഷമായി. അപ്പം അതുപോലെ ചെയ്യാൻ വേണ്ടി പോകുന്നപ്പോൾ എനിക്ക് ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ട് തന്നതാണ് കേട്ടോ. കുഞ്ഞിനെ ഞങ്ങളിങ്ങനെ അകത്തിയാണ് കാണിക്കുന്നത്. കാരണം ആദ്യത്തെ പൂവ് അവൾ ചുരുട്ടി കളഞ്ഞത് കൊണ്ട് ഭംഗിയുണ്ട്, നല്ല സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ടും കൂടെ നമുക്കൊന്ന് കാണാവേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു വിഷ്വലെന്ന് പറയുന്നത്. റൂം ലൈറ്റിൽ നിന്ന് വെളിയിലോട്ട് വന്നപ്പോഴാണ് ആ ഒരു പൂവിൻ്റെ കളറും ഭംഗിയൊക്കെ കുറച്ചുകൂടെ എടുത്ത് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ സെയിം ഈ ഒരു ചെടിയിൽ ഈ കളറിലെ തന്നെ പൂക്കൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഏട്ടൻ ആദ്യം വിചാരിച്ചു ഈ ഇതിലുണ്ടായ പൂവാണെന്ന്. പിന്നെ ഏട്ടൻ നീ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.